എഡ്യൂന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC അസിസ്റ്റന്റ് നിയമനത്തിന് വേണ്ടി പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അത് നോക്കാം. ഗസറ്റ് ഡേറ്റ് 30/11/2024. കാറ്റഗറി നമ്പർ 432/2024. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് വിജ്ഞാനം ക്ഷണിച്ചിട്ടുണ്ട്. സ്കെയിൽ അപ്പ് ആയി വന്നിട്ട് 17,700, 33,400 ആയിരിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. പ്രതീക്ഷിത ഒഴിവിലേക്കുള്ള വിജ്ഞാനമാണ് വന്നിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് കാലാവധി മിനിമം 1 ഇയറും മാക്സിമം പീരീഡ് 3 വർഷമായിരിക്കും. ഒരു വർഷത്തിന് ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരുവാണെങ്കിൽ ഇതിൻ്റെ കാലാവധി റദ്ദാക്കുന്നതാണ്. സാധാരണ PSCക്കുള്ള എല്ലാ റൂൾസും ഇതിന് പറഞ്ഞിട്ടുണ്ട്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നേരിട്ടുള്ള നിയമനം, ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് വന്നിട്ട് 18-നും 36-നും മധ്യയാണ്. അതായത് 1988, 2/1/1988-നും 1/1/2006-നും മധ്യേ ജനിച്ചവർക്കാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അതർ ബാക്ക്വേർഡ് OBC കാറ്റഗറീസിന് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ താൽക്കാലികമായിട്ട് പ്രൊഫഷണൽ സർവീസിൽ ജോലി ചെയ്തവർക്ക് മാക്സിമം 5 ഇയേഴ്സ് അപ്പർ ഏജ് ലിമിറ്റിൽ ഇളവ് അനുവദിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: BCom ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 60% ഓർ എബവ്, അതിന് മുകളിലോ മാർക്ക് നേടിയിരിക്കണം. ടോട്ടൽ മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. BComന് 60%-ന് മുകളിൽ മാർക്ക് നേടിയവരെയാണ് ഈ തസ്തികയിലേക്ക്, 60-ഓ 60%-ന് മുകളിലോ മാർക്ക് നേടിയവരെയാണ് പരിഗണിക്കുന്നത്. ക്വാളിഫിക്കേഷൻ്റെ വിശദവിവരങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊബേഷൻ ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് സ്പെഷ്യൽ റൂൾസ് ഓഫ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സ്പെഷ്യൽ റൂളിന് അനുസരിച്ചായിരിക്കും പ്രൊബേഷൻ കാലയളവ്. 1 ടൈം രജിസ്ട്രേഷൻ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയവർക്ക് പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കാനാണ്. 1 ടൈം രജിസ്ട്രേഷൻ നടത്താത്തവരാണെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി
പ്രിൻ്റ് ഔട്ട്, ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. മൈ ആപ്ലിക്കേഷൻ എന്ന പ്രൊഫൈലിൽ നിന്നും മൈ ആപ്ലിക്കേഷൻസ്, അതിൽ നിന്നും ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് PDF ഫോർമാറ്റിലുള്ളത് കിട്ടുന്നതാണ്. അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡ് ID പ്രൂഫായിട്ട് പ്രൊഫൈലിൽ ആഡ് ചെയ്യേണ്ടതാണ്. OMR ഓൺലൈൻ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ആസ് പാർട്ട് ഓഫ് ദി സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് shall submit a confirmation for writing the examination through their one-time registration profile. One-time registration profile മുഖേന കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ അപേക്ഷ പരിഗണിക്കൂ, പരീക്ഷ എഴുതാനുള്ള അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. കൺഫർമേഷൻ കൊടുക്കാത്ത അപേക്ഷകളെല്ലാം തന്നെ നിരസിക്കുന്നതാണ്. ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ വരുമ്പോഴത്തേക്ക്, എക്സാമിനേഷൻ ഷെഡ്യൂൾ വരുമ്പോഴത്തേക്ക് അതിൽ തന്നെ ഇത് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വരുന്നതാണ്. ഒപ്പം മെയിലിലോട്ട് വരും. നിങ്ങളുടെ പ്രൊഫൈലിലും കൺഫർമേഷൻ കൊടുക്കേണ്ടതിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നതാണ്. അത് യഥാസമയം കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി 1/1/2025 ബുധനാഴ്ച 12 മണി വരെയാണ്. രാത്രി 12 മണി വരെ. എല്ലാവരും അവസാന ദിവസം വരെ നോക്കിയിരിക്കാതെ അതിന് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് സർവർ ബിസിയോ അങ്ങനെ കാരണം അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ വരുന്നതാണ്. അതുകൊണ്ട് അവസാന ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷനിൽ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ വായിച്ച് നോക്കിയിട്ട് സ്ഥാപനത്തിൻ്റെ പേര് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, പുതിയ പേര് അസിസ്റ്റൻ്റാണ്, ശമ്പളം 15,700 മുതൽ 33,400 വരെ. കാറ്റഗറി നമ്പർ 432/2024. സ്ഥാപനത്തിൻ്റെ പേര് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, പുതിയ പേര് അസിസ്റ്റൻ്റ്, ശമ്പളം 15,700, 33,400. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. നിരവധി ബ്രാഞ്ചുകളുള്ള സ്ഥാപനമാണ്. കൂടുതൽ ഒഴിവുകൾ പ്രതീക്ഷിക്കാം.
നിയമന രീതി പറഞ്ഞ നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കും. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും മൊത്തം 60% അതിൽ കൂടുതലോ മാർക്കോട് കൂടിയ ബികോം ബിരുദം. പ്രൊബേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വിശേഷ ചട്ടങ്ങളിലെ വ്യവസ്ഥ പ്രകാരമുള്ള പ്രൊബേഷൻ കാലയളവ് ബാധകമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള psc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയും അപേക്ഷിക്കുമ്പോഴും പ്രത്യേക തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗ മാത്രം ക്ലിക്ക് ചെയ്തേണ്ടതാണ്. പുതുതായി പ്രൊഫൈൽ നിർമ്മിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയാണ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥികളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിപര വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും വിദ്യാർത്ഥികളുടെ ചുമതലയാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ച വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. കമ്മീഷന് മുൻപാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലും സമർപ്പിക്കേണ്ട അപേക്ഷകൾ വിജ്ഞാന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് തുടങ്ങിയ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/1/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെ. വിദ്യാർത്ഥികൾ അപേക്ഷയിൽ ആവശ്യപ്പെട്ട ജാതി ഓർ സമുദായം SLC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് വ്യത്യസ്തമാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അഥവാ ജാതി സർട്ടിഫിക്കറ്റിനൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാനം കൂടി പ്രമാണ പരിശോധന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. Thank you for watching my video. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. Thank you for watching my video. Thank you.